ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള പ്രശ്നമാണ് മുടി നരയ്ക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള ഒറ്റ ഒരു സാധനം മതി നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട്. വളരെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനിലൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടിയത് സവാളയുടെ തൊലിയാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള തൊലി, പുറമേ ഉള്ള ഉണങ്ങിയ ആ തൊലിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കുക്കിങ്ങിനൊക്കെ എടുക്കുമ്പോൾ ഉള്ള സവാളയുടെ തൊലി എടുത്ത് വെച്ചിരുന്നതാണ്. അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ച തൊലിയിൽ ഹാർഡായിട്ടുള്ള പാട്ടൊക്കെ ഉള്ളതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള പുറമേ ഉള്ള തൊലി മാത്രം മതി. അപ്പോൾ അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒത്തിരി ഹാർഡായിട്ടുള്ളതും ഉണങ്ങാത്തതായിട്ടുള്ള സവാളയാണെങ്കിൽ അത് നമുക്ക് കഴിച്ചെടുക്കാനായിട്ട് ഭയങ്കര കുറച്ച് പാടായിരിക്കും, കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള സവാളയുടെ തൊലി എടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ സവാളയുടെ തൊലി ഡ്രൈ ആയിട്ടുള്ളതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴുകി ഒന്ന് ഡ്രൈ ആക്കി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് എടുത്തു. എന്നിട്ട് അത് ചെറിയ ചെറിയ പീസുകളാക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കുമ്പോൾ നമുക്ക് പിന്നീട് അത് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കുന്നു. അതുപോലെ ഞാൻ എടുക്കുന്ന പാത്രവും കൂടെ ചെറിയതാണ്, അതുകൊണ്ടാണ് ഒന്നുകൂടെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നത്. നമുക്ക് ഏത് പാത്രം വേണേലും എടുക്കാവുന്നതാണ്. പക്ഷേ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാത്രം എടുക്കണം. കാരണം ഉള്ളിത്തോല് എന്ന് പറഞ്ഞാൽ നല്ല തിന്നായിട്ടുള്ള ഉള്ളിത്തോലാണ്. അത് നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് വങ്ങിപ്പോവും, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് അങ്ങനെയല്ല വേണ്ടി, ഇത് സ്ലോയിൽ ഇത് ഡ്രൈ ആയിട്ട് കിട്ടണം, സ്ലോ ടൈമിൽ ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയണിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അതിലോട്ട് സവാളയുടെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് താഴെ പോകാതിരിക്കാനായിട്ട് വേറൊരു ഫോർക്ക് കൂടെ എടുത്തിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സവാളയുടെ കൂട്ടത്തിൽ വെളുത്തുള്ളിയുടെ തോലും ഇതുപോലെ ചേർത്ത് എടുക്കാവുന്നതാണ്. പക്ഷേ വെളുത്തുള്ളിയുടെ തോല് ഇത് ഡ്രൈ ആയിട്ട് കറുത്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും, കുറേ സമയം എടുക്കും. നമുക്ക് ഇത് തന്നെയാണെങ്കിൽ തന്നെയും നമുക്ക് മുടി നല്ല ബ്ലാക്കായിട്ട് കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഫ്ലെയിം ആദ്യം ഞാൻ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റോളം കഴിഞ്ഞാണ് പിന്നെ സിമ്മയിലാക്കി വെക്കുന്നത്. അങ്ങ് കണ്ടിന്യൂസ് അങ്ങ് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് ഇത് വങ്ങി അങ്ങ് പോവും. നമുക്ക് സ്ലോ ആയിട്ടിരുന്ന് ഇത് ഡ്രൈ ആയിട്ട് കിട്ടുകയാണ് വേണ്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഞാൻ സിമ്മയിലിട്ടാണ് ഇത് ആക്കി എടുക്കുന്നത്. അപ്പം ഇത് ബ്ലാക്ക് കളറിലോട്ട് എത്താനായിട്ട് ഒരു 10 മിനിറ്റ് കൂടുതലെടുത്തു. നമുക്കറിയാം ഉള്ളിയുടെ നീരാണേൽ മുടി വളരാനും മുടി സ്ട്രെങ്തനൊക്കെ ആക്കാനും തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനായിട്ടൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്കറിയാം മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് അറിയാം. അതേപോലെ ഈ ഉള്ളിയുടെ തോല് വെച്ചിട്ട് ഡൈ എടുക്കുന്നത്, നമ്മൾ മുടിയിൽ വെട്ടിയെടുക്കുന്നതും മുടി കറുത്ത് കിട്ടാനും പിന്നീടുള്ള മുടി നരയ്ക്കുന്നതൊക്കെ ഒഴിവാക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഇവിടെ ഉള്ളിയുടെ തോല് ഹെയർ ഡൈ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മുടിയിൽ ഹെയർ ഫോളിക്കിളിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ് ഒരു കെമിക്കൽ ഉണ്ടാവും. അത് മുടിയിലിരിക്കുന്ന കാരണം ആണ് മുടി നരച്ച് വരുന്നത്. അപ്പം അതിനെ ഒഴിവാക്കാനായിട്ട് ആണ് ഇവിടെ ഉള്ളിയുടെ തോല് കൊണ്ട് നമ്മൾ ഡൈ ആക്കി ഉപയോഗിക്കുമ്പോൾ സഹായിക്കുന്നത്. ഉള്ളിയിലൊരു കാറ്റലൈസ് എൻസൈം ഉണ്ട്. അതാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ
ഉണ്ടാകുന്നത് തടയാനായിട്ട് ഇവിടെ സഹായിക്കുന്നത്. അങ്ങനെയാണ് പ്രിമച്ചറായിട്ടുള്ള മുടി നരയ്ക്കുന്നതൊക്കെ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് സവാളയുടെ തൊലി വെച്ച് ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാം, ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം. ഹെയർ ഡൈ ആണെങ്കിൽ നമുക്ക് ഇത് മാത്രം മതിയാവും. ഇനി ഹെയർ പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് കുറച്ച് വേറെ കാര്യങ്ങളൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയുടെ തൊലിയെല്ലാം ഒരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി ഒരു 10 മിനിറ്റ് അതിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മിക്സഡ് ജാറിലോട്ട് ഇട്ടിട്ട് ഇത് പൊടിക്കാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ പൊടിച്ചെടുത്ത സവാളയുടെ തോല് അരിച്ചൊന്ന് എടുക്കുന്നുണ്ട്. അത്രയും സവാളയുടെ തൊലിയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് ആണ് നമുക്ക് പൊടിച്ച് എടുക്കുമ്പം കിട്ടുന്നത്. ഇനി നമുക്കിത് ഒരു കുപ്പിയിൽ ഇട്ട് വെക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടൊരു ഹെയർ ഡൈ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. ആദ്യം 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സാക്കിയിട്ട് കുറച്ചുകൂടി വേണമെന്ന് തോന്നിയിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയോട് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അലോവേര ജെല്ലില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല. അലോവേര ജെല്ലൂടെ ആഡ് ചെയ്ത് എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് പകരം നമുക്ക് തേയിലയും കാപ്പിയുടെ ഒരുമിച്ച് തിളപ്പിച്ചെടുത്തിട്ടുള്ള ഒന്ന് കുറുക്കി എടുത്തിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പം ഒഴിക്കുമ്പം മുടിയിൽ പിരണ്ടിരിക്കണം, ഒലിച്ച് പറങ്ങരുത്, ആ രീതിയിലായിരിക്കണം. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ മിക്സാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ മിക്സാക്കി എടുത്തത് നമുക്ക് മുടിയിൽ അന്നേരം തന്നെ പെട്ടാവുന്നതാണ്. പുരട്ടി 1 മണിക്കൂർ ഇരുന്നിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. നാച്ചുറൽ ഹെയർ ഡൈ ആണ്. അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നല്ലതായിട്ട് കറുത്ത് കിട്ടുമായിരിക്കും. പക്ഷേ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആകുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഉപയോഗിക്കണം. അപ്പോൾ 1-2 ദിവസങ്ങൾ ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ നമുക്ക് അത് കൊണ്ടുപോയിട്ട് പിന്നെ മാസത്തിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ വേണ്ടിയ സമയത്ത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്താൽ മതിയാവും. മുടി നരച്ചൊക്കെ തുടങ്ങുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു ഉള്ളിത്തോല് മാത്രം മതി അതൊന്ന് മുടിയൊന്ന് കറുത്ത് കിട്ടാനായിട്ട്. ഈ മുടിയിൽ കുറേ കൂടെ നരയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഹെന്ന പൗഡറൂടെ മിക്സ് ചെയ്ത് ഇട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂർ വെച്ചിട്ട് കളയാവുന്നതാണ്. അങ്ങനെ കഴുകി കളയുമ്പോൾ നമ്മൾ താളി ഉപയോഗിച്ച് സാധാ നാച്ചുറലായിട്ടുള്ള താളി ഉപയോഗിച്ച് വേണം കഴുകിയെടുക്കാനായിട്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അതേപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.